മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾ വീണ്ടും ആഗോള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചയായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാനെതിരെയും അമേരിക്കയും ഇസ്രായേലും സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിയൊരുക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇറാനിൽ ഭരണമാറ്റം വരുന്നതുവരെ സൈനിക സമ്മർദ്ദം തുടരുമെന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് സ്ഥിതിഗതികളെ കൂടുതൽ സംഘർഷഭരിതമാക്കുകയാണ്. എന്നാൽ ഈ സമീപനത്തെ പൂർണ്ണമായും പിന്തുണക്കുവാൻ പല യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറല്ല എന്നതാണ് ഇപ്പോൾ കാണുന്ന പ്രധാന യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി അമേരിക്കയുടെ എല്ലാ നടപടികളോടും UK ഒരുപോലെ യോജിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സൈനിക ഇടപെടലുകൾ മാത്രം ഉപയോഗിച്ച് ഒരു രാജ്യത്തെ അടിച്ചമർത്തുകയോ ഭരണമാറ്റം ഉണ്ടാക്കുകയോ ചെയ്യുന്നത് പ്രശ്നങ്ങൾക്ക് സ്ഥിരപരിഹാരം നൽകില്ലെന്ന അഭിപ്രായമാണ് യൂറോപ്യൻ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തമാവുന്നത്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ഉയർത്തുന്ന പ്രധാന ആരോപണം ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി തുടങ്ങിയ സംഘടനകൾക്ക് ഇറാൻ പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇറാൻ ഇതെല്ലാം രാഷ്ട്രീയ പ്രചരണമാണെന്ന് വ്യക്തമാക്കുകയാണ്. പാശ്ചാത്യ ശക്തികൾ മധ്യപൂർവേഷ്യയിലെ ഊർജ്ജ സ്രോതസ്സുകളെ നിയന്ത്രിക്കുവാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഇറാനെ നിരന്തരം ലക്ഷ്യമിടുന്നത് എന്നാണ് ഇറാൻ വാദിക്കുന്നത്. ഈ മേഖലയിൽ സ്വതന്ത്രമായ വിദേശ നയം പിന്തുടരുന്ന ഒരു ശക്തമായ രാഷ്ട്രമായതിനാലാണ് ഇറാനെ ദുർബലപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നാണ് ഇറാൻ പറയുന്നത്. നിലവിൽ ഇറാൻ ഒറ്റപ്പെട്ട രാജ്യമല്ല എന്നതും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വ്യക്തമായി കാണുന്നൊരു കാര്യമാണ്. റഷ്യയും ചൈനയും ഇറാനുമായുള്ള വിവിധ മേഖലകളിൽ ശക്തമായ ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രതിരോധം, ഊർജം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിച്ചു വരികയാണ്. ഇതോടെ പാശ്ചാത്യ ശക്തികൾക്ക് മാത്രമായി ലോകരാഷ്ട്രീയത്തെ നിയന്ത്രിക്കുവാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം കൂടുതൽ വ്യക്തമായി വരികയാണ്. ഇതിനൊപ്പം ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കും ഇറാനുമായി ദീർഘകാല ബന്ധങ്ങളുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിലും വ്യാപാര ബന്ധങ്ങളിലും ഇറാൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനാൽ ഇറാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ വിജയിക്കണമെന്നില്ല എന്ന വിലയിരുത്തലുകളും ഇവിടെ ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാനെ സൈനികമായി തകർക്കുകയോ അല്ലെങ്കിൽ ഭരണമാറ്റം നിർബന്ധിതമാക്കുകയോ ചെയ്യുന്ന ഒരു രീതി, അങ്ങനെയുള്ളൊരു ധാരണ അത് യാഥാർത്ഥ്യ ബോധമില്ലാത്തതാണ് എന്നതാണ് പല അന്താരാഷ്ട്ര നിരീക്ഷകരും പറയുന്നത്. കാരണം ഇറാൻ മധ്യപൂർവേഷ്യയിലെ ഒരു പ്രധാന ശക്തിയാണ്. അതിൻ്റെ രാഷ്ട്രീയവും സൈനികവുമായ ശേഷി അവഗണിച്ച് യുദ്ധത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ള ധാരണ അത് കൂടുതൽ വലിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കാനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെ സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് പകരം നയതന്ത്രപരമായ സംഭാഷണങ്ങളും പരസ്പര ബഹുമാനവും അടിസ്ഥാനമാക്കിയുള്ള സമീപനമാണ് ഈ മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കുവാൻ സഹായിക്കുക എന്ന അഭിപ്രായമാണ് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ശക്തമായി ഉയർന്നു കേൾക്കുന്നത്.